എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കണ്ണൂർ ഫൺ ഫാം 1000 സബ്സ്ക്രൈബർ പിന്നിട്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നും കാണുന്ന സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കാഴ്ച കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ലൈഫിൽ ഇതുവരെ കണ്ടെത്താൻ ചാൻസ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നല്ലൊരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്ഥലത്താണ്, ഏഷ്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിങ്ങളെ ഞാൻ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലേക്കാണ്. ഇതിന് നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പൂക്കളിങ്ങനെ എല്ലാ മരത്തിൻ്റെ മുകളിലും പല തരത്തിലുള്ള മഞ്ഞ, ചുവപ്പ്, പിങ്ക്, അങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ. കാരണം കാശ്മീരിൻ്റെ വസന്തകാലമാണ്. അപ്പോൾ ആ ഒരു പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തൊരു ഭംഗിയാണെന്നല്ലേ. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ശ്രീനഗറുള്ള ഒരു ട്യൂലിപ്പ് ഗാർഡനാണ്. ഇത് പേരാണ് ട്യൂലിപ്പ് ഗാർഡൻ. ശ്രീനഗറാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 75 ചിൽഡ്രൻസിന് 30, ഫോറിനേഴ്സിന് 200 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഉള്ളിൽ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട്. ആ ചെക്കിങ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ പല തരത്തിലുള്ള ട്യൂലിപ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതാണ് പറയുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം ജസ്റ്റ് ട്യൂലിപ്പ് എന്താണെന്ന്. അപ്പോൾ ട്യൂലിപ്പ് ഗാർഡൻ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ശ്രീനഗറാണ് ട്യൂലിപ്പ്. ഇത് ഈ മാർച്ച് ഏപ്രിൽ മാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്, 2 മാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വസന്തകാലത്ത് മാത്രമാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു സമയത്ത് വന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റുകയുള്ളൂ. നമ്മൾ രാവിലത്തിനാണ്ട് വലിയ റഷൊന്നുമില്ല. ട്യൂലിപ്പ് ഗാർഡൻ വെറൈറ്റീസ് ഇങ്ങനെ പല തരത്തിലുള്ള ട്യൂലിപ്പ് പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടി. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാഴ്ച കണ്ട് ഞെട്ടരുത്. അത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടോളൂ, കണ്ണ് നിറച്ച് കണ്ടോളൂ. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡൻ. പല വെറൈറ്റി കളറുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ട്യൂലിപ്പ് ഗാർഡൻ. എവിടെ നോക്കിയാലും ട്യൂലിപ്പ് പൂക്കൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ഊട്ടിയിലൊക്കെയുള്ള റോസ് ഗാർഡൻ പോലെയാണ് ഇത് ട്യൂലിപ്പ് ഗാർഡൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എനിക്ക് ഇത് കാണിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇത് അങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ചാൻസാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സമയത്തൊന്നും വന്നാൽ കാണാൻ പറ്റില്ല. ഇതാ മാർച്ച് ഏപ്രിൽ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ പൂക്കളൊക്കെ വാടി പോകും. പിന്നെ സീസൺ ഔട്ടായി. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എൻ്റെ കൂടെ ഉള്ളത് വിനീത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. വിനീത്, ശ്രീമേഷ്, പിന്നെ പ്രതീഷ്. ഇവർ നമ്മൾ 4 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാമിലിയെ കൂട്ടി വരാൻ പറ്റിയില്ല. നായനെയും ആകർഷും കമ്മണിയൊക്കെ കൂട്ടി വരാൻ പറ്റിയില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവരെ കൂട്ടാൻ പറ്റിയിട്ടില്ല. അവർക്ക് കാണിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ടൈം അവരെ കൂട്ടി വരാം. ഏതായാലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഫുള്ളൊരു പച്ചപ്പ്, അതിലിടയ്ക്ക് കൂടി ഇങ്ങനെ പല തരത്തിലുള്ള വർണ്ണങ്ങൾ. പിന്നെ എത്ര സ്ഥലത്താന്ന് നോക്കിയാൽ ഇതിന് നേർന്ന് കിടക്കുകയാണ്. ഈ സ്ഥലം ഫുള്ളായിട്ട് അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഷാൻ്റെ മോനെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയല്ലേ. ആഹാ, അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. കണ്ടാലങ്ങ് കണ്ണ് കുളിർമയെന്ന സ്ഥലം നോക്കിയേ. ഏതാ അതിൻ്റെ ഭംഗിയല്ലേ. നല്ല സിനിമയിലെ കാണുന്ന പോലെ ഉണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന സാധനം കേട്ടോ. ഇത് എന്തായാലും കാണേണ്ട സംഭവം തന്നെ. സൂപ്പർ. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡനാണ് ഇപ്പോൾ ഉള്ളത്. 68 വെറൈറ്റി ട്യൂലിപ്പ് ബഡ്സാണ് ഇവിടെ ഉള്ളത്. അത്രയും വെറൈറ്റികളായ പൂക്കളുണ്ട്. അതുപോലെ തന്നെ 17 ലക്ഷം പൂക്കളാണ് ഇവിടെ ഉള്ളത്. 17 ലക്ഷം അതിൻ്റെ തൈകളാണ് നട്ടിട്ടുള്ളത്. അതുപോലെ 55 ഏക്കറിലാണ് ഈ സ്ഥലം നടക്കുന്നത്. 55 ഏക്കർ. ഏത് ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാലും നിങ്ങൾക്ക് ഈ ട്യൂലിപ്പ് പൂക്കളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഏത് സൈഡ് നോക്കിയാലും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞവരാണ്. പ്രതീഷ്, വിനീത്, അതുപോലെ ശ്രീമേഷ്, ഇവരെല്ലാം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എല്ലാം കണ്ട് അങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. പല വെറൈറ്റി ഉണ്ട് കേട്ടോ. പാരഡൈ, ഇത് പാരഡൈ ടൈപ്പിൽപ്പെട്ടതാണ്. അതേപോലെ ഈ മഞ്ഞ കാണുന്നത് ഗോൾഡൻ പാരഡൈയിൽ പെട്ടതാണ്. പിന്നെ ഉള്ളത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാത്തിനും പേരെനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപാടുണ്ട്. പിന്നെ ഇത്
ഈ പൂക്കൾ ഞാൻ മുമ്പ് കണ്ടത് ഒരു ചിത്രഹാർ എന്ന് പറഞ്ഞ ദൂരദർശനകത്ത് ചിത്രഹാർ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അകത്താണ് കണ്ടത്. നമ്മളെ അമിതാഭ് ബച്ചനും രേഖയും തമ്മിലൊരു സിൽസില എന്ന് പറഞ്ഞ മൂവിയിൽ ആ ഒരു പാട്ട് സീൻ ഷൂട്ട് ചെയ്തത് ടൂലിപ്പ് ഗാർഡനിൽ വെച്ചാണ്. ദേഖാ ഏക് ഖ്വാബ് തോ യെ സിൽസിലേ ഹുവേ, ആ ഒരു പാട്ടില്ലേ അത്. പക്ഷെ അത് ഇന്ത്യയിലല്ല, അത് നെതർലാൻഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചത് 2007 അപ്പോൾ 2007 തുടങ്ങിയിട്ട് ആ സമയത്ത് അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പം ഏകദേശം 74 ഏക്കറോളം വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഡിഫറെൻറ്റ്, 74 ഏക്കറോളം വരുന്നുണ്ട്. അതേപോലെ 19ഓളം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 3.5 ലക്ഷത്തോളം സ്വദേശികളും വിദേശികളായ വിസിറ്റേഴ്സ് വന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്രാവശ്യം അതിൽ അധികം ആൾക്കാരുണ്ടാവാനാണ് ചാൻസ് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു വിസിറ്റേഴ്സ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ല റഷ് ആയി തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇത് കണ്ണിന് അത്രയും നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു കാഴ്ച തന്നെയാണ്, കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഇവിടെ എത്തിച്ചേരുമ്പോഴേക്കും ഇതിൻ്റെ സീസൺ കഴിയുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് ടൈം എന്തായാലും ഈ ഒരു മാർച്ച് ഏപ്രിൽ വെക്കേഷൻ ടൈമാണ്, തീർച്ചയായും ഓർമ്മിച്ച് വെക്കുക, തീർച്ചയായും വരേണ്ടതാണ്. പിന്നെ ഇതിനടുത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയ ലേക്ക് ഉണ്ട് കേട്ടോ, ചെറിയൊരു ലേക്ക്, വാട്ടർ ഡാൻസ് ഒക്കെ ആയിട്ടുണ്ട്. അത് ഇപ്പം വേറെ ജസ്റ്റ് അങ്ങനെ മാത്രമേ ഉള്ളൂ, വേറെ ലൈറ്റിംഗ് ഒന്നും കാണുന്നില്ല. ഈവനിങ് കാണുന്ന ലൈറ്റിംഗ് എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടുന്ന് വിടവാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. ഏകദേശം മാക്സിമം നമ്മൾ ടൂലിപ്പ് ഗാർഡൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ പൂക്കളായിട്ട് മാക്സിമം എല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഈ 55 ഏക്കർ മൊത്തം ചുറ്റിക്കാണെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, കാഴ്ച കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഫൺ ഫാമിലി ഇനി ഇതുപോലെ നല്ല കാഴ്ചയുണ്ട്, തീർച്ചയായിട്ടും ഇതുപോലെ ഇടുന്നതായിരിക്കും. അതുപോലെ നല്ലോണം നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവണം. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു സപ്പോർട്ട് ഉണ്ടായി തന്നെ ഈ ചാനൽ വളർത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.